ഹലോ ഹലോ എവ്രിവൺ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. വിംബിൾ അക്കാദമിയുടെ കീഴിൽ നാം സ്ഥിരമായിട്ട് നടത്തി വരുന്ന ട്രെയിനേഴ്സ് ടോക്കിന്റെ അടുത്ത ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ എല്ലാവരും നമ്മുടെ ജീവിതത്തെ ഓരോ ദിവസവും നവീകരിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ആളുകളാണ്. ആയതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വർക്ക് ചെയ്യുന്ന മേഖലയായിക്കോട്ടെ, നമ്മൾ ഇടപെടുന്ന മേഖലകളായിക്കോട്ടെ, എവിടെയും കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. വിശേഷിച്ചും നമ്മളാവട്ടെ, നമ്മളുടെ കുട്ടികളാകട്ടെ, അവര് തിരഞ്ഞെടുക്കുന്ന മേഖലകൾ, നമ്മൾ ജോലി ചെയ്യുക എന്നതിനേക്കാൾ നമുക്ക് ഇഷ്ടപ്പെട്ട് പ്രവർത്തിക്കുക, അതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുക എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പലപ്പോഴും നമ്മൾ പഠിച്ച് ജോലി നേടി അവിടെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതല്ലല്ലോ എൻ്റെ മേഖല, ഇതല്ലല്ലോ ഞാൻ എത്തിപ്പെടാൻ ഉദ്ദേശിച്ചത് എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ നമ്മളുടെ ഒരു അഭിനിവേശത്തെ, നമ്മളുടെ ഒരു ടേസ്റ്റിനെ, നമ്മളുടെ ഒരു ഇഷ്ടത്തെ നാം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. സെൽഫ് അവയർനെസ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമ്മൾ ഓരോരുത്തരിലും നമുക്ക് നമ്മളെക്കുറിച്ച് തിരിച്ചറിയുക എന്നുള്ളത്. ലോകത്തെ ഏറ്റവും കൂടുതൽ നമ്മെ അറിയുന്നത് നമുക്കാണ്. മറ്റുള്ളവരെക്കാൾ അപ്പുറത്ത് നമ്മെ തിരിച്ചറിയാതെ നാം മാറുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് കുതിക്കാൻ പറ്റാതെ പോകുന്നത്. ആയതുകൊണ്ട് ഞാൻ ആരാണ്, ഞാൻ എവിടെയാണ് എത്തേണ്ടത്, എൻ്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, എൻ്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്, എൻ്റെ സന്തോഷങ്ങൾ എവിടെ നിന്നാണ് കിട്ടുന്നത്, ഞാൻ ഏറ്റവും മനോഹരമായിട്ട് വർക്ക് ചെയ്യുന്ന ഏത് മേഖലയിലാണ്, ഇതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ എത്തേണ്ടിടത്ത് നമുക്ക് എത്താൻ പറ്റുന്നു എന്നുള്ളതാണ്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഞാൻ ഇവിടെയല്ല എത്തേണ്ടത് എന്ന് തിരിച്ചറിയുന്നതിന് പകരം നേരത്തെ തന്നെ കൃത്യമായിട്ടുള്ള വഴികളിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മിൽ ആവശ്യമാണ്. വിശേഷം നമ്മുടെ വളർന്നു വരുന്ന കുട്ടികളിൽ ഒരു കോഴ്സ് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഞാൻ എടുക്കേണ്ടത്, അതല്ലെങ്കിൽ ഒരു കൂട്ടം കുട്ടികൾ തീരുമാനിക്കുകയാണ് ഇത് നല്ലൊരു കോഴ്സാണെന്ന് പറയുമ്പോൾ തന്നെ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അക്കാദമിയോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടോ സ്കൂളുകളിൽ വന്നുകൊണ്ട് ഇതാണ് ഏറ്റവും ടോപ്പ് കോഴ്സ് എന്ന് പറയുമ്പോൾ അതിലേക്ക് ചാടി വീഴുക എന്നതിനേക്കാൾ അപ്പുറത്ത് ഒരു മെഷീൻ ലേണിംഗ് അതല്ലെങ്കിൽ കോഡിങ് ഞാൻ പഠിക്കണോ, അതല്ലെങ്കിൽ എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട മേഖലയാണോ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കോഴ്സിലേക്ക് അതല്ലെങ്കിൽ ഒരു കരിയറിലേക്ക് നമ്മൾ പോവുക എന്നുള്ളതാണ്. അപ്പൊ അതിനൊക്കെ നമ്മുടെ പാഷനെ നമ്മൾ തിരിച്ചറിയണം. പാഷനെ തിരിച്ചറിഞ്ഞുകൊണ്ട്, അതേപോലെ തന്നെ വെറുതെ പാഷൻ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവല്ല, അതിനേക്കാൾ അപ്പുറത്ത് ഒരു പെർസിവറൻസ്, സ്ഥിരോത്സാഹം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഒരു കൺസിസ്റ്റൻസി നമുക്ക് വേണം. ലോകത്ത് വിജയത്തിലേക്ക് എത്തിയിട്ടുള്ള ആരെയും എടുത്തു നോക്കുക, അവർ സ്ഥിരമായിട്ട് അതിന്റെ പിന്നാലെ കൂടിയതിന്റെ ഭാഗമായിട്ടാണ് അവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടുള്ളത്. പലപ്പോഴും നമുക്കില്ലാത്തതും അതാണ്. കുറച്ച് ദിവസം നമ്മൾ ചെയ്യും, പിന്നെ അത് അവിടെ ഇടും, പിന്നെ കുറെ ദിവസങ്ങൾക്ക് ശേഷം ആരെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും ഒന്ന് പറയുമ്പോഴോ എന്തെങ്കിലുമൊക്കെ വായിക്കുമ്പോഴോ ആണ് നമ്മൾ വീണ്ടും മോട്ടിവേറ്റഡ് ആയി വീണ്ടും ചെയ്യാൻ തുടങ്ങുന്നത്. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും അതിന്റെ ചൂടാറുന്നു, നമ്മൾ അവിടെ ഇടുന്നു. പക്ഷേ കൺസിസ്റ്റന്റ് ആയി ഒരു പെർസീവറൻസോടെ ഒരു സ്ഥിരോത്സാഹത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു ഫീൽഡിൽ നമുക്ക് എക്സ്പേർട്ട് ആകാൻ സാധിക്കും, അതല്ലെങ്കിൽ നമുക്കൊരു മാസ്റ്റർ ആകാൻ സാധിക്കും. അപ്പൊ അതിന് പിന്നിൽ നല്ലൊരു പ്രയത്നം ആവശ്യമുണ്ട്, നല്ലൊരു ഹാർഡ് വർക്ക് ആവശ്യമുണ്ട്. സ്കില്ലുള്ളവരുണ്ട്, ടാലന്റ് ഉള്ളവരുണ്ട്. ഈ ടാലന്റ് ആയിട്ടുള്ള ആളുകളെ അവരെ മറികടക്കണമെങ്കിൽ സ്കില്ല് നമ്മൾ എന്ത് ചെയ്യണം, കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഇൻബോൺ ആയിട്ട് ഒരുപാട് കഴിവുകൾ കിട്ടിയ ആളുകളുണ്ട്. അവരെ മറികടക്കണം, അതിൽ അവരെ ഒപ്പത്തിനെത്തണമെങ്കിൽ നേരത്തെ ഇൻബോൺ ആയിട്ട് ഒന്നും കിട്ടാത്ത, അതല്ലെങ്കിൽ പലതും കിട്ടാത്ത നമ്മൾ അതിന്റെ പിന്നിൽ കുറച്ചുകൂടി എഫേർട്ട് എടുത്ത് നമ്മൾ അതിൽ കുറച്ചുകൂടി സമയം ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ അതിന്റെ പിന്നാലെ കൂടിക്കഴിഞ്ഞാൽ നേരത്തെ ടാലന്റായ ആളുകളെക്കാൾ ഒരു പക്ഷേ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ നമുക്ക് പറ്റിയേക്കാം. ആയതുകൊണ്ട് നമ്മളുടെ അഭിരുചിയെ തിരിച്ചറിയുക, നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. ഇങ്ങനെയൊക്കെ നിർവഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ നമുക്ക് കൈവരിക്കാൻ സാധിക്കും. അപ്പൊ അതിലേക്കൊക്കെ നയിക്കുന്ന ഒരു സെഷനാണ് ഇന്ന് ട്രെയിനേഴ്സ് ടോക്കിൽ.
നമ്മൾ കേൾക്കാൻ പോകുന്നത് 11ാമത്തെ ട്രെയിൻ ദ ട്രെയിനർ പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഷംസീന മൻസൂർ ആണ് ഇന്ന് നമ്മളുമായിട്ട് പാഷൻ ആൻഡ് പെർസീവറൻസ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട 2 എലമെന്റുകളെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത്. ഷംസീന മാമിനെ ഈ ഒരു ട്രെയിനർ സ്റ്റോക്കിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ ഇന്നത്തെ സെഷൻ കേൾക്കുന്നതിന് വേണ്ടി സാഗൂതം ശ്രവിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാരെയും ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഷംസീന മാമിനെ ഇന്നത്തെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ സംസാരത്തെ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു എവരിവൺ. Thank you, sir. Thank you so much for your warm welcome. First of all, I would like to thank for this opportunity to the trainers talk. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചാലഞ്ച് തന്നെയാണ്. സാറിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടിനാണ് ആദ്യം പറയുന്നത്. കാരണം ഫസ്റ്റ് ഒരു ഡേറ്റ് പറഞ്ഞു, അത് ചെയ്യാൻ പറ്റിയില്ല. സാർ ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് വീണ്ടും അതിലേക്ക് ചെയ്യാനുള്ളൊരു ധൈര്യം കിട്ടിയത്. താങ്ക് യു സോ മച്ച്. സാർ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, കേട്ടിട്ടുണ്ടായിരിക്കും. ഇതിലെല്ലാം നമ്മളെ തന്നെയാണ് കേട്ടത്, നമ്മളെ തന്നെയാണ് നമ്മൾ അറിഞ്ഞത്. ഇനി ഉള്ള തലമുറ, അതായത് ഞാൻ വോയിസിൽ പറഞ്ഞ പോലെ പുതിയൊരു അധ്യയന വർഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ മക്കള് ഹയർ സ്കൂളിലേക്കായിരിക്കും, ഹയർ സെക്കൻഡറി സ്കൂളിലേക്കായിരിക്കും, അല്ലെങ്കിൽ പുതിയതായിട്ട് സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്ത കുട്ടികൾ ഉണ്ടായിരിക്കാം. ഇവരെല്ലാം നമ്മൾ ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയിട്ടാണ് സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നത്. ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ എല്ലാ ഗുഡും ബാഡും നമ്മൾ അറിഞ്ഞും മനസ്സിലാക്കിയിരിക്കുന്നവരാണ്. അത്രയും ആഴത്തിലുള്ള എഡ്യൂക്കേഷനും നോളേജൊക്കെ അതിനെപ്പറ്റിയുള്ള ആളുകളുടെ മുന്നിലാണ് ഞാൻ ഇരിക്കുന്നത് എന്നുള്ള ബോധത്തോടു കൂടി തന്നെ ഈ മക്കൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് അവരുടെ ഭാവി പാഷൻ എന്നുള്ള ഒരു ക്വാളിറ്റിയിലേക്ക്, അല്ലെങ്കിൽ പെർസീവറൻസോട് കൂടി ആ പാഷൻ എങ്ങനെ ഫോളോ ചെയ്ത് സർ പറഞ്ഞ പോലെ കൺസിസ്റ്റന്റ് ആയിട്ട് എങ്ങനെ അതിനെ വർക്ക്ഔട്ട് ചെയ്ത് അതിനെ കൊണ്ടുപോകാൻ കഴിയും, അതിൽ നമുക്ക് എന്തൊക്കെ സഹായിക്കാൻ കഴിയും. ആസ് എ പാരന്റ് അല്ലെങ്കിൽ ആസ് എ ട്രെയിനർ ഫോർ അതേഴ്സ് നമുക്ക് എങ്ങനെ അതിനെ സഹായിക്കാൻ കഴിയും എന്നുള്ളതാണ് മെയിനായിട്ട് ഞാൻ ഈ വെബിനാറിൽ നിങ്ങളുമായിട്ട് സംവദിക്കാൻ താല്പര്യപ്പെടുന്നത്. ആദ്യം നമുക്ക് പാഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. പാഷൻ ഇറ്റ്സെൽഫ് ഈസ് എ മോട്ടിവേഷൻ. നമുക്ക് ഒരു പറ്റം ആളുകളുടെ ഒരു മിഥ്യാധാരണ എന്ന് വെച്ചാൽ പാഷൻ എന്ന് പറയുന്നത് ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന ഒന്നാണ്, അത് കിട്ടിയില്ലെങ്കിൽ എല്ലാം കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ അതൊരു തികച്ചും മിഥ്യയായിട്ടുള്ള ധാരണയാണ്. നമുക്ക് വെള്ളവും വളവും കൊടുത്ത് വളർത്തിയെടുക്കാവുന്ന ഒരു വലിയൊരു ക്വാളിറ്റിയാണ് പാഷൻ എന്ന് പറയുന്നത്. ഈ പാഷനെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിച്ച്, അത് വളർത്തിയെടുക്കുന്നതോടു കൂടി അത് സ്ഥിരോത്സാഹത്തോടു കൂടി കൊണ്ടു നടക്കാനും കൂടി സഹായിക്കാൻ കഴിഞ്ഞാല് ഒരു പാരന്റ് എന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്ന ഒരു വലിയൊരു കടമയാണ് നമ്മൾ നിർവഹിക്കുന്നത്. പല വികസിത രാജ്യങ്ങളിലും കുഞ്ഞുങ്ങള് അതായത് അമ്മയുടെ ഗർഭപാത്രത്തില് വരുന്ന ആ ഒരു ടൈം മുതൽ, കൺസീവ് ചെയ്യുന്ന ആ ഒരു ടൈം മുതൽ തന്നെ ഈ ഒരു കുഞ്ഞിന്റെ പാഷനെ ഏത് രീതിയിലാണ് നമ്മളുടെ രാജ്യത്തിന് അവരുടെ ജീവിതത്തില് ഒക്കെ ഉപകാരപ്പെടുന്ന രീതിയിലാക്കാൻ കഴിയുന്നത് എന്നുള്ള വളരെ വാല്യുബിൾ ആയിട്ടുള്ള, വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ പോലും നടക്കുന്ന പല രാജ്യങ്ങളും ഉണ്ട്. ആ രാജ്യങ്ങളിൽ നിന്നുമാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പല ഇൻവെൻഷൻസും കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയും ആഴത്തില് മനസ്സിലാക്കി വെക്കേണ്ട ഈ ഒരു വിഷയത്തെ നമ്മൾ എത്ര പേര് ശ്രദ്ധയോട് കൂടിയിട്ട് എടുത്തിട്ടുണ്ട്? നമ്മൾ എന്താ ചിന്തിക്കുന്നത്? ആ കുട്ടിക്ക് വേണ്ട ആദ്യം എന്ത് കൊടുക്കണം? കായപ്പൊടി കൊടുക്കണോ, റാഗി കൊടുക്കണോ, അല്ലെങ്കിൽ പാല് കൊടുത്താൽ ശരിയാവോ, അല്ലെങ്കിൽ ഏത് സ്കൂളിൽ ചേർക്കണം, കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ, അല്ലെങ്കിൽ നീളമുണ്ടോ, നീളല്ലേ, മുടി ചുരുണ്ടിട്ടാണോ, അങ്ങനെയുള്ള ഒരു തരത്തിലും നമുക്കതിനൊരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ തന്നെ ആദ്യം മുതലേ ചിന്തിച്ചു കൊണ്ടുപോകുന്നത്. എന്നാൽ അതൊരു ജീവനാണ്, അതൊരു ജീവിതമാണ് ഇനി ജീവിക്കാൻ പോകുന്നത്. ഒരു തലമുറയാണ് അതിൽ നിന്ന് ഉണ്ടായി വന്നിരിക്കുന്നത്. വലിയൊരു
സംഭാവന ഈ ലോകത്തേക്ക് കൊടുക്കാനുള്ള ആളുകളാണ് നമ്മുടെ മക്കളെ എന്നുള്ളൊരു വ്യൂ പോയിന്റോട് കൂടി നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിച്ചാൽ ഇത്രയും വലിയൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേറെ ഒന്നും ഇന്ന് ഈ ലോകത്തിലില്ല. പാരന്റിങ് എന്നതുപോലെ ഇത്രയും നല്ലൊരു കടമ നമുക്ക് നിർവഹിക്കാവുന്നതില്ല. പാഷൻ ഇറ്റ്സെൽഫ് ഈസ് എ മോട്ടിവേഷൻ എന്ന് പറയാൻ കാരണം ആ പാഷൻ കണ്ടുപിടിച്ച് കൊടുക്കുന്നതോട് കൂടി തന്നെ ആ കുട്ടിയെ നമ്മൾ അവൻ എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിലുള്ളൊരു സൈക്കോളജിക്കൽ ഫേസ് ഉണ്ട്. അവൻക്ക് എന്തൊക്കെയാണ് സാധിക്കുക, അവന്റെ സ്കിൽ എന്താണ്. സാർ ഒരുവിധം കാര്യങ്ങളെല്ലാം സാർ മുന്നേ തന്നെ പറഞ്ഞു വെച്ചതിൽ ഞാൻ ഒന്നും കൂടി കടർത്ത് പറയാണ്. അവന്റെ സ്കിൽ എന്താണ്, അവന്റെ കഴിവുകൾ എന്താണ്, അവൻക്ക് ഏത് രീതിയിൽ മുന്നോട്ട് പോയാലാണ് പേഴ്സണൽ ലൈഫും അതോടൊപ്പം തന്നെ ഒരു പ്രൊഫഷണൽ ലൈഫും. നമുക്കറിയാം, പണ്ട് ഏതോ ഒരു ഇതിൽ പറഞ്ഞു കേട്ടിട്ടില്ലേ, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടില്ലായിരിക്കും, ജീവിക്കാൻ വേണ്ടി പണിയെടുക്കുകയാണോ പണിയെടുക്കാൻ വേണ്ടി ജീവിക്കുകയാണോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. ശരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയൊക്കെ, നമ്മൾ ഇത്രയും വരെ എത്തി, പക്ഷെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാൽ നല്ലതായിരിക്കില്ലേ? അവരെ ജീവിക്കാൻ വേണ്ടിയാണോ പണിയെടുപ്പിക്കേണ്ടത്, അതല്ല പണിയെടുക്കാൻ വേണ്ടി ജീവിപ്പിക്കുകയാണോ വേണ്ടത്? അപ്പൊ ഈ ജോലി എന്ന് പറയുന്നത് നമുക്ക് മസ്റ്റ് ആണ്, എന്തായാലും നമുക്കത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. കാരണം ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ് നമുക്ക് അത്യാവശ്യമാണ്, അതിന് നമുക്ക് ജോലി വേണം. ഈ ജോലിയിലേക്ക് അവൻക്ക് കൂടുതൽ എനർജിയോട് കൂടി, ഒരു ഹാപ്പിനെസ്സോട് കൂടി, അതുപോലെ തന്നെ പെർസീവ്നെസ്സോട് കൂടി, പെർസീവറൻസ് മീൻസ് സ്ഥിരമായിട്ടുള്ളൊരു ഉത്സാഹത്തോടു കൂടി അവൻക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാല് അത് അവന് ഒരിക്കലും തളർത്തില്ല. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവൻക്കതൊരു ശൂന്യമായ ഒന്നും അവൻക്ക് കാണാൻ സാധിക്കില്ല. ഞാൻ എന്തൊക്കെയോ ചെയ്തു എന്നതിനപ്പുറം ഞാൻ ചെയ്തതെല്ലാം കറക്റ്റ് ആണ് എന്നുള്ളൊരു കോൺഫിഡൻസ് കൊടുക്കാനാണ് നമുക്ക് ഇതിലൂടെ സാധിക്കുന്നത്. ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് വെച്ചാൽ 10 വരെ പഠിക്കും, അത് കഴിഞ്ഞാൽ +2 പോകും. ആ +2 പഠിക്കുന്നത് ചിലപ്പോൾ പാരന്റ്സിന്റെ താല്പര്യമായിരിക്കും, ചിലപ്പോൾ നമ്മുടെ താല്പര്യമായിരിക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഡിഗ്രി അല്ലെങ്കിൽ അതിനോടനുബന്ധമായ വേറെ കോഴ്സുകൾ. അതിനുശേഷം എന്ത് എന്നുള്ളൊരു ചോദ്യചിഹ്നത്തിലേക്കാണ് ഈ കുഞ്ഞുങ്ങൾ എത്തിപ്പെടുന്നത്, ഈ കുട്ടികൾ എത്തിപ്പെടുന്നത്. എന്നാൽ ആദ്യം മുതൽ തന്നെ മോനെ നിന്റെ പാഷൻ ഇതാണ്, അല്ലെങ്കിൽ മോളെ നിന്റെ പാഷൻ ഇതാണ്, നീ അതുമായി റിലേറ്റ് ചെയ്ത് നിന്റെ ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കൂ എന്നുള്ള ഒരു ഹെൽപ്പ് നമ്മുടെ ഭാഗത്ത് നിന്ന് കൊടുക്കാൻ സാധിച്ചാൽ അവർക്ക് ഒന്നും കൂടിയും ഈസി ആയിരിക്കും, അവരുടെ ഭാവി ഒന്നും കൂടിയും ശോഭനമായിരിക്കും. ഇനി എന്തിനാണ് നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടാവും, ഒരു വേള ചിന്തിച്ചിട്ടുണ്ടാവും, എന്താ ഇത്ര വലിയ ഇമ്പോർട്ടൻസ് ഈ പാഷനും പെർസീവ്നെസ്സും ഒക്കെ നമ്മുടെ ലൈഫിൽ? നമ്മളാരും ഇപ്പൊ ഒരു പാഷൻ ഫോളോ ചെയ്തിട്ടൊന്നല്ലല്ലോ ഇത്ര വരെ എത്തിയത് എന്നുള്ളത്. പക്ഷെ നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് അല്ലെങ്കിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടോ എന്ന് ചോദിച്ചാൽ ആ കഴിവിനെ സാധൂകരിക്കുന്ന സഹായിക്കുന്ന ഒരു ഘടകമാണ് ഈ പാഷൻ എന്നുള്ളത്. നമുക്കൊരു ഗോൾ സെറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മളെ ഡ്രീം എന്താണ്, നമുക്ക് എവിടെയാണ് എത്തിച്ചേരേണ്ടത്, നമ്മുടെ പ്രൊഫഷണലി, നമ്മൾ സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുന്ന ആൾക്കാരാണ്. ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മളെല്ലാവരും കേട്ടതാണ് സോഷ്യൽ സ്കിൽസിനെ പറ്റി. സോഷ്യലി നമ്മൾ വെൽബീയിങ് ആവേണ്ട പല പല കാര്യങ്ങളെ പറ്റി മാം പറഞ്ഞു. അപ്പൊ അതിലേക്ക് നമ്മൾ ചുറ്റിപ്പറ്റി നമ്മുടെ സറൗണ്ടിങ്സിൽ ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. അതിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ അതെങ്ങനെ വേണം, എങ്ങനെ എന്നുള്ളൊരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ആരെങ്കിലും ഒക്കെ പറയുന്നത് കേട്ട് ഇങ്ങനെ പോകുന്ന ഒരു വണ്ടിയാവുന്നതിനേക്കാൾ നല്ലത് നമുക്ക് നമ്മളുടേതായ ഒരു വ്യക്തമായ കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. പിന്നെ കൺസിസ്റ്റന്റ് ആയിരിക്കുക. നമ്മൾ ഈ വെക്കുന്ന ഗോൾ, സെറ്റ് ചെയ്യുന്ന ഗോള്, അതിലേക്ക് നമ്മൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് യാത്ര ചെയ്യാനുള്ള ഒരു എന്താണ് നമ്മുടെ സ്മാർട്ട്നെസ്. ഇപ്പോ എല്ലാവരും ഒരു ഇന്റർവ്യൂവിന് പോയി നോക്കിക്കഴിഞ്ഞാൽ എഡ്യൂക്കേഷനേക്കാൾ കൂടുതൽ സ്മാർട്ടാണോ എന്നുള്ളതാണ് നോക്കുന്നത്. അവർക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു വ്യക്തി ആയിരിക്കാം, പക്ഷെ ആ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനേക്കാൾ മുൻതൂക്കം നിൽക്കുന്നത് സ്മാർട്ടാണോ എന്നുള്ളതാണ്. ഈ സ്മാർട്ട്നെസ്സിനെ പുറത്തെടുക്കണമെങ്കിൽ അവർക്ക് കോൺഫിഡൻസ് വേണം. ഈ കോൺഫിഡൻസ് കൊടുക്കാനുള്ള ഒരു ഘടകമാണ് ഈ പാഷനെ തിരിച്ചറിഞ്ഞു കൊടുക്കുക എന്നുള്ളത്. പിന്നെ ഈ ഒരു ക്വാളിറ്റി ഈ ഒരു ഈ ഗോളിനെ നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റുട്ടീൻ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക. അതിന്റെ ശേഷം നമ്മളൊരു സപ്പോർട്ട് കൊടുക്കുക. എങ്ങനെയൊക്കെ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും? ഏറ്റവും പ്രധാനപ്പെട്ടത് പോസിറ്റീവ് സ്ട്രോക്സ് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു ഉമ്മ ഉപ്പ എന്നുള്ളത് തന്നെയാണ് ഒരു കുട്ടിയുടെ ഏറ്റവും വലിയൊരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ആ ഉമ്മയും ഉപ്പയും കൊടുക്കുന്ന ശക്തി,
ആ ഉപ്പയും കൊടുക്കുന്ന ഒരു മെന്റൽ സപ്പോർട്ട്, ഫിസിക്കൽ സപ്പോർട്ട്, ഇത് തന്നെയാണ് ആ കുട്ടിയുടെ കോൺഫിഡൻസിന്റെ ഏറ്റവും വലിയൊരു ആധാരം. അവിടെ നമ്മൾ ഒരിക്കലും തകർക്കാൻ പാടില്ല. ഒരു നന്നായി സംസാരിക്കുന്ന ഒരു കുട്ടി നിങ്ങളുടെ വീട്ടിലുണ്ടെന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യാം. നിങ്ങളൊരു കുട്ടി, ഒരു നന്നായി സംസാരിക്കുന്ന ഒരു മോനാണ്. അവന്റെ പ്രായം ഒരു 10 വയസ്സാണെന്ന് വിചാരിക്കുക. ഈ 10 വയസ്സായ ഒരു കുട്ടിയെ നമുക്ക് ഏതൊക്കെ രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? എനിവൺ പ്ലീസ്. കുട്ടികളെ നമുക്ക് അവരെ ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജൊക്കെ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാം. അത്യാവശ്യം നോളജ് ഉള്ള ആളാണെങ്കിൽ, അത്യാവശ്യം എഡ്യൂക്കേഷൻ ഹൈ ക്വാളിഫൈഡ് ഉള്ള ആളാണെങ്കിൽ ഒരേ സ്റ്റേജ് മുതൽ കുട്ടിക്ക് നമുക്ക് എല്ലാ അവയർനെസ്സും കൊടുക്കാൻ കഴിയും. അതായത് നമ്മളെ ബോഡി ഫിസിക്കൽ ആണെങ്കിലും എഡ്യൂക്കേഷൻ ആണെങ്കിലും ഇനി പിന്നെ എൻവിറോൺമെന്റ് ആണെങ്കിലും പല രീതിയിലുള്ള നമുക്ക് അവർക്ക് കൊടുക്കാൻ കഴിയും. പിന്നെ കുട്ടികൾ പൊതുവായിട്ട് നമ്മളെ വീട്ടിൽ എന്താണ് ബിഹേവിയർ അത് തന്നെയായിരിക്കും പകുതി കുട്ടികൾക്ക് കിട്ടുക. പക്ഷെ അത് പുറത്ത് നമ്മൾ ആ കുട്ടികളെ പറഞ്ഞു വെക്കുമ്പോൾ രണ്ട് ബിഹേവിയറും സിറ്റുവേഷനും മാറ്റുന്നുണ്ട്. നമ്മളെ കുട്ടികൾ പാരന്റ് തന്നെ അവരെ പഠിപ്പിച്ചു കൊടുക്കണം. എന്റെ ഒരു സജഷൻ അത്. അതെ, തീർച്ചയായിട്ടും അത് വേണം. കാരണം സോഷ്യലി വെൽബീയിങ് ആയി നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവരത് മനസ്സിലാക്കിയേ പറ്റും. അതിൽ കറക്ഷൻസ് നമ്മൾ തന്നെയാണ് നടത്തി കൊടുക്കേണ്ടത്. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. അതെ, ഇനി ഈ സംസാരിക്കാൻ അത്രയും കഴിവുള്ള ഒരു കുട്ടിയെ നമുക്ക് വെറുതെ അവനക്കൊരു സുപ്രഭാതത്തിൽ സംസാരിക്കാൻ സാധിക്കില്ല. അതിന് വേണ്ടതായിട്ടുള്ള ഒരു നർച്ചറിങ് നമ്മളെ ഭാഗത്തു നിന്ന് കൊടുക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, നന്നായി സംസാരിക്കാൻ നമുക്ക് കണ്ടന്റ് വേണം, അല്ലെ? സംസാരിക്കാൻ നമുക്ക് കണ്ടന്റ് വേണം. അതിന് നമ്മൾ എന്ത് വേണം? ബേസിക്കലി നമ്മൾ റീഡിങ് എന്നുള്ള ഒരു ഹാബിറ്റ് വളർത്തിയെടുക്കണം. റീഡിങ് എന്ന് പറയുന്നത് എന്ത് വായിക്കണം എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം. അവൻ വായിക്കട്ടെ, അവൻ നന്നായി വായിക്കട്ടെ, വായിച്ച് അവന്റെ ഉള്ളിലുള്ള ആശയത്തെ പുറത്ത് കൊടുക്കാൻ അവനക്ക് സാധിക്കുന്ന രീതിയിൽ നമുക്ക് അവനെ നർച്ചർ ചെയ്യാൻ സാധിക്കുക. ഇനി പാട്ട് പാടുന്ന ഒരു കുട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ വരയ്ക്കാൻ അറിയുന്ന ഒരു കുട്ടിയാണെങ്കിൽ, ഇപ്പൊ വരയ്ക്കാൻ അറിയുന്ന ഒരു കുട്ടികളാണെങ്കിൽ നമ്മൾ പോകെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ്. വരയ്ക്കാൻ അറിയുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടീനെ ഫാഷൻ ഡിസൈനിങ് പോയി ചേർക്കും. ആക്ച്വലി വരയ്ക്കാൻ അറിയാന്നുള്ളതല്ല ഫാഷൻ ഡിസൈനിങ്ങിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത്. അത് വേറെയാണ്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാനുള്ള ഒരു വിവേകം ഉണ്ടായിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുക, അവർക്ക് നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഒരു പോസിറ്റീവ് സ്ട്രോക്കിനോട് കൂടി തന്നെ എൻകറേജ്, ഇൻസ്പിറേഷൻ കൊടുക്കുന്ന സ്റ്റോറീസ്. നമ്മളുടെ ട്രെയിനേഴ്സ് ട്രെയിനിങ്ങിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സെഷനാണ് ഇൻസ്പയറിംഗ് സ്റ്റോറീസ്. പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങളെ പറ്റി പരിചയപ്പെടും നമ്മൾ. അത് നമുക്ക് പകർന്നു കൊടുക്കാം. നമ്മൾ കേൾക്കുന്നത് നമ്മളെ മക്കളും കേൾക്കട്ടെ, നമ്മുടെ മക്കളും അറിയട്ടെ. അതോടുകൂടി അവരുടെ ഉള്ളിലുള്ള ആ ഒരു സ്കില്ലിനെ അവർക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സ്പാർക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഫിസിക്കലി ആൻഡ് മെന്റലി അവർ ഒരു സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ, ഇതെല്ലാം നമ്മൾ കൊടുക്കുമ്പോഴും ഇതിന് കൺസിസ്റ്റൻസിയോ അല്ലെങ്കിൽ ഒരു സസ്റ്റൈനബിലിറ്റിയോ ഇല്ലെങ്കിൽ അതെല്ലാം പാതി വഴിക്ക് ഇട്ട് പോകും അവര്. പിന്നെ നമ്മൾ വീണ്ടും ഒന്നേ എന്ന് പറഞ്ഞ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. എന്നാൽ അത് സസ്റ്റൈനബിൾ ആയിട്ട് നമുക്കത് സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഈ സെൽഫ് മോട്ടിവേറ്റഡ് ആവാൻ വേണ്ടി നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാവുന്ന ഒരു സൈക്കോളജിക്കൽ ടിപ്പാണ് വിഷ്വലൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഭാവിയിൽ അവരെന്താകും, ഭാവിയിൽ നമ്മൾ എന്താകും, നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു ട്രെയിനറാണ്. ഞാൻ വിഷ്വലൈസേഷൻ മെത്തേഡിലൂടെ ഞാൻ കാണുന്നത്, എൻ്റെ മുന്നിൽ ഒരുപാട് പാരന്റ്സ് എൻ്റെ മുന്നിലിരിക്കും. ആ പാരന്റ്സിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതായിട്ട് ഞാൻ വിഷ്വലൈസേഷൻ മെത്തേഡിലൂടെ കാണുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. ആ എനർജിയാണ് എൻ്റെ പാഷൻ. അതാണ് എൻ്റെ പാഷനെ ഡ്രൈവ് ചെയ്യുന്നത്. അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഓരോരുത്തർ കെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്തു. പിന്നെ എപ്പോഴും ഒരു സക്സസിലേക്കും ഈസി ആയിട്ട് നമുക്ക് എത്തിച്ചേരാൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അവരെ പറഞ്ഞ് അവരുടെ ഒരു മെന്റൽ സ്റ്റേറ്റിനും കൊണ്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. 10 വയസ്സായ ഒരു കുഞ്ഞാണെങ്കിലും 18 വയസ്സായ ഒരു കുഞ്ഞാണെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുന്ന രീതി വേറെയാണല്ലോ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അവരുടെ ഒരു മെന്റൽ സ്റ്റേറ്റിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മൾ ആ ഒരു ഒബ്സ്റ്റക്കിൾസ് അല്ലെങ്കിൽ നമുക്ക്
റീസൺ കിട്ടുമ്പോൾ സ്റ്റക്ക് എല്ലാം വരുന്നുണ്ടല്ലോ നമുക്ക് അല്ലെ? ഈസി ചെറിയ ആയിട്ട് ചെറിയ ഗുണം രൂപത്തില്. ചെയ്യണം. ചെറിയ സ്റ്റക്ക് ഉണ്ട്, മാം നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആയിരിക്കും. ചെറിയ ഒരു സ്റ്റക്ക് വരുന്നുണ്ട് കേട്ടോ മാം. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ ഓക്കെയാണ്. ഓക്കെ, ഐ വിൽ ടേക്ക്. ആ ഒരു ചാലഞ്ചസ് നമുക്ക് ഭാവിയിൽ ചാലഞ്ചസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു സെറ്റ് ബാക്ക്സ്, നമുക്കൊരു തിരിച്ചടികൾ ഉണ്ടാവാം, നമ്മുടെ വഴിയിലൊക്കെ തിരിച്ചടികൾ ഉണ്ടാവാം എന്നുള്ള ഒരു ബോധ്യം അവർക്ക് മുന്നേ കൂട്ടി കൊടുത്ത് അതിൽ നിന്നും പാഠങ്ങളെ പഠിക്കാനുള്ള ഒരു പ്രാപ്തി നമ്മൾ അവർക്ക് കൊടുക്കുക. അവരുടെ ചാലഞ്ചുകളെ റീഫ്രെയിം ചെയ്യാൻ വേണ്ടി നമ്മൾ അവരെ പഠിപ്പിക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾക്ക് ഒരു സ്ട്രാറ്റജി പോലെ നമ്മൾ ഫോളോ ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ അവരുടെ പാഷനെ നമുക്ക് നല്ല രീതിയിൽ നെർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, പാഷൻ അല്ലെങ്കിൽ പെർസീവ്നെസ് എന്ന് പറയുന്നത് ജന്മസിദ്ധമായ ഒരു ഒരു കാര്യമല്ല. നമുക്ക് വെള്ളവും വളവും കൊടുത്ത് വളർത്തിയെടുക്കാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇത്രയും നേരം നമ്മൾ പാഷനെ കുറിച്ച് പറഞ്ഞു. ഇനി പാഷനെ എങ്ങനെയാണ് നമ്മൾ ഒരു സ്ഥിരമായ ഒരു ഉത്സാഹത്തോടു കൂടി ഈ കുട്ടി ഇതിനെ, അല്ലെങ്കിൽ ഓരോ വ്യക്തിയും ഇതിനെ കൊണ്ടു നടന്നാലാണ് ഇതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത്. അത് എങ്ങനെയൊക്കെയാണ് നമ്മളുടെ ലൈഫിൽ അത് ഇമ്പോർട്ടന്റ് ആവുന്നത്, അതിലൂടെ നമുക്ക് എന്തെല്ലാമാണ് സാധിക്കുന്നത് എന്നുള്ളത് കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ നമ്മുടെ ഡ്രീമിലേക്ക് നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു എയിമിലേക്ക് നമുക്ക് എത്താൻ ഒരുപാട് പക്ഷെ ഈ സ്ഥിരമായിട്ടുള്ള നമുക്കൊരു മോട്ടിവേഷൻ, ഒരു നിരന്തരമായിട്ടുള്ള ഒരു പ്രയത്നം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടെങ്കിൽ ഫിനിഷിംഗ് ലൈനിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു ഫോക്കസ് നമുക്ക് കിട്ടും. നമ്മളുടെ ഒരു മാനസികമായിട്ടുള്ള ഒരു മാന്ദ്യത്തിന്, അതായത് എപ്പോൾ ഒരു ഒരു പാടി ഓർക്കുന്നത്, എളുപ്പത്തിൽ തോൽക്കാൻ നമുക്ക് സാധിക്കും, പക്ഷെ നിന്നും പിന്നാനുള്ള കഴിവിനെയാണ്, സ്ഥിരോത്സാഹം അവിടെയാണ് തിളങ്ങുന്നത് എന്ന് വായിച്ചിട്ടുണ്ട്. തോൽക്കാൻ നമുക്ക് എല്ലാം എളുപ്പം, ഇത് പിന്മാറാൻ നമുക്ക് എളുപ്പമാണ്. ഇത് ശരിയാവില്ല, ഇതൊന്നും നിന്നെ കൊണ്ട് പറ്റിയ പണിയല്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകാൻ നല്ല എളുപ്പമാണ്. പക്ഷെ അത് കിട്ടിയാൽ ഉണ്ടാവുന്ന ഒരു ഹാപ്പിനെസ്, ആ ഒരു ഫുൾഫിൽമെന്റ് ഒന്ന് ആലോചിച്ചിട്ട് അതിനു വേണ്ടി ഒന്ന് സ്ട്രൈവ് ചെയ്ത് കഴിഞ്ഞാല്, അതിനു വേണ്ടി വർക്ക് ചെയ്ത് കഴിഞ്ഞാല് അവസാനം അതിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഉണ്ടാവുന്ന നമ്മൾ പറയുന്നത്. അതോടൊപ്പം നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്? നമ്മുടെ കോൺഫിഡൻസ് കൂടും, നമ്മുടെ എബിലിറ്റി, നമുക്ക് സ്കില്ലുകൾ ഒരുപാട് വർദ്ധിക്കും. ഒരു പ്രവൃത്തിയോട് കൂടി ഇപ്പൊ സറൗണ്ടിങ്സിലൂടെ നമ്മൾ ഒരു സോഷ്യലി നമ്മൾ വെൽബീയിങ് ആവുമ്പോൾ ആളുകളോടുമായി പെരുമാറാൻ, ഇപ്പൊ നേരത്തെ സാറ് പറഞ്ഞതുപോലെ പുറത്തും അകത്തുമുള്ള ഒരു വ്യത്യാസം നമ്മൾ കുട്ടികളെ മനസ്സിലാക്കാൻ പുറത്തു പോയി പെരുമാറിയാൽ മാത്രമേ അതറിയൂ. അകത്തു നിന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തതുകൊണ്ട് അവനക്കത് മനസ്സിലാവില്ല, പുറത്തു പോയി പെരുമാറി മാത്രമേ അതറിയൂ. അപ്പൊ അതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ഇതുണ്ട്, പലതരം പ്രായമുള്ള ആളുകളുമായിട്ടും ചെറുപ്പക്കാരുമായിട്ടും സെയിം പിയർ ഗ്രൂപ്പിലുള്ള ആളുകളുമായിട്ടൊക്കെ പെരുമാറാനുള്ള ഒരു കഴിവ് കിട്ടണമെങ്കിൽ അവൻ സോഷ്യലി വെൽബീയിങ് ആവണം തന്നെ വേണം. അപ്പൊ അതോടുകൂടി ഡിസിപ്ലിനറി, സെൽഫായിട്ട് കൺട്രോൾ ചെയ്യുക, പല വിഷമങ്ങളും ഒബ്സ്റ്റക്കിൾസും സെറ്റ് ബാക്സ് ഒക്കെ വരുമ്പോൾ അതിനെ തരണം ചെയ്യാനുള്ള ഒരു ഡിസിപ്ലിനായിട്ട് നമുക്ക് തരണം ചെയ്യാനുള്ള ഒരു സെൽഫ് കൺട്രോൾ നമുക്ക് ആർജിച്ചെടുക്കാനും, അതുപോലുള്ള ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള സ്കില്ലുകൾ ഈ പെർസീവ്നെസ്സോട് കൂടി നമ്മൾ അച്ചീവ് ചെയ്യാനും പഠിക്കും. തൽക്ഷണം നമുക്ക് കോൺഫിഡൻസും വർദ്ധിക്കും. ആ ഒരു പ്രശ്നത്തെ നമ്മൾ അതിജീവിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സ്വയമുള്ള ഒരു വിശ്വാസം ഉണ്ട്. എനിക്കത് കഴിയും, ഐ ക്യാൻ ഡൺ ദാറ്റ്, ഐ ക്യാൻ ഡു ദാറ്റ്, എനിക്കത് ഫുൾഫിൽ ചെയ്യാൻ കഴിയും. ഇതുപോലൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എനിക്കും എൻ്റെ ചുറ്റുള്ളവർക്കും സഹായിക്കാൻ എനിക്ക് സാധിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് കൊടുക്കാനും നമുക്ക് പറ്റും. ഇനി ഇത് ഒരു പ്രായം അല്ലെങ്കിൽ ഒരു കാലം എന്നൊന്നും നമ്മൾ നിശ്ചയിക്കേണ്ടതില്ല. നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ആദ്യത്തെ പഠനം പഠിക്കുന്നത്, ആദ്യത്തെ പാഠശാല എന്ന് പറയുന്നത് ഉമ്മയുടെ അല്ലെങ്കിൽ അമ്മയുടെ മടിത്തട്ട് തന്നെയാണല്ലോ. അവിടുന്ന് തന്നെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കും. ഈ പാഷൻ എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട് ശരിക്കും. നമുക്ക് ചിലപ്പോൾ തോന്നും
ഇപ്പൊ ഒരു കുട്ടിക്ക് പോപ്പ് സിംഗർ ആവാനുള്ള ഒരു പാഷൻ ഉണ്ടെന്ന് കരുതുക. പക്ഷെ ആ പോപ്പ് സിംഗർ നമുക്ക് ഒട്ടും അതിനോട് ചിലപ്പോൾ യോജിക്കാൻ പറ്റാത്തൊരു പാഷൻ ആയിരിക്കാം. അപ്പൊ നമുക്ക് ചിന്തിക്കാം, അതിലൂടെ പോയി കഴിഞ്ഞാൽ അവൻക്ക് എന്താണ്. അപ്പൊ നമ്മൾ ഈ പറയുന്നതിലുള്ള ഒരു വൈരുദ്ധ്യം നമ്മൾ അവിടെ എടുക്കാം. അപ്പൊ ഈ പാഷൻ എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട് ശരിക്കും. മെയിൻ കുറെ ടൈപ്പ് ഉണ്ട്, നമുക്ക് അതിന്റെ സമയം അനുവദിക്കുന്നില്ല അത്രയും നീട്ടി പറയാൻ. പക്ഷെ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 ടൈപ്പ് ഹാർമോണിയസ് പാഷൻ എന്നും ഒബ്സസീവ് പാഷൻ എന്നുള്ളതാണ്. ഇതില് ഹാർമോണിയസ് പാഷൻ ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഹെൽത്തി ആയിട്ടുള്ള ഒരു പാഷൻ എന്ന് നമുക്ക് പറയാം. നമ്മള് നമ്മളിലൂടെ മറ്റുള്ളവരും കൂടി വളരുന്ന രീതിയിൽ, അവർക്കും കൂടി ഗ്രോത്ത് ഉണ്ടാവുന്ന രീതിയിൽ, ആ ഒരു മെന്റാലിറ്റിയോട് കൂടി മൈൻഡ് സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു വളർച്ച, അതാണല്ലോ നമുക്ക് എപ്പോഴും ശാശ്വതമായിരിക്കുക. ഇറ്റ്സ് എ ഹെൽത്തി ടൈപ്പ് ഓഫ് പാഷൻ. ഏത് ഹാർമോണിയസ് പാഷൻ എന്ന് പറയുന്നത്. അവിടെ എന്താ സംഭവിക്കുക, നമ്മളുടെ ഒരു ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് കടക്കാന് നമ്മൾ ഫ്രീ ആണ്, ചൂസ് ചെയ്യാൻ നമ്മൾ ഫ്രീ ആണ്. നമുക്ക് ഫ്രീലി നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. അതോടൊപ്പം തന്നെ അത് ചെയ്യുന്നതോടുകൂടി ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്നതോടുകൂടി നമുക്ക് നമ്മുടെ ഐഡന്റിറ്റിയും കൂടി അവിടെ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. ഈ ആക്ടിവിറ്റി നമ്മൾ ചെയ്യാൻ നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത് എന്താണ്, നമ്മളുടെ ഉള്ളിലുള്ള എനർജിയും നമുക്കത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ്സുമാണ്. അപ്പൊ അതോടൊപ്പം നമ്മളും സ്വന്തമായിട്ട് വളരുകയാണ് ചെയ്യുന്നത്. ഇപ്പോ ഒരു സ്പോർട്സ് ചെയ്യുന്ന ഒരാള്, ഇപ്പൊ ഒരു ഫുട്ബോൾ പ്ലെയറോ അല്ലെങ്കിൽ ക്രിക്കറ്റ് പ്ലെയറോ, അവരാരും ഒരു ദിവസം രാവിലെ എണീറ്റ് ഞാൻ ഫേമസ് ആയിട്ടുള്ള ഒരു ഫുട്ബോൾ പ്ലെയറോ അല്ലെങ്കിൽ ക്രിക്കറ്റ് പ്ലെയറോ വോളിബോൾ പ്ലെയറോ ഒന്നും ആയതല്ല. അവരുടെ പിന്നില് കാലങ്ങളോളം ചെറുപ്പം മുതലേ ഉള്ള കഠിനമായ പരിശീലനങ്ങളും അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളും ഒരുപാട് നടന്നിട്ടുണ്ട്. പലതരത്തിൽ അവരെ മെന്റർഷിപ്പുകൾ വഴിയും ഗുഡ് സപ്പോർട്ട് വഴിയൊക്കെ അവരെ വളർത്തി കൊണ്ടുവന്നത് തന്നെയാണ്. സോ അത് നമ്മൾ മനസ്സിലാക്കി ആ ഒരു രീതിയിലേക്ക് നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അവിടെയാണ് നമ്മളുടെ പാഷനും പെർസീവ്നെസ്സും ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതും അതിലൂടെയാണ് നമുക്ക് ഈ ഒരു സക്സസിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നതും. നമ്മൾ പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അതൊക്കെ പരിഹരിക്കാനുള്ള മാർഗങ്ങളും അതിലൂടെ തന്നെ നമുക്ക് കണ്ടെത്താനും സ്വന്തമായിട്ട് അത് തരണം ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനും നമുക്ക് അതിലൂടെ സാധിക്കും. ഇത്രയും ആണ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതലായിട്ട് പറയണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. I have one question. അതായത് നിങ്ങൾ ഈ പാഷന്റെ കാര്യം പറഞ്ഞില്ലേ, എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഞാനൊരു റെമിഡിയേറ്റർ ആണ്, ഗ്രൂപ്പ് കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോ 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഏകദേശം വയസ്സ് 13-14 വയസ്സായിട്ടുണ്ടാവും. അതായത് 4ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് മുതൽ കുട്ടി ഫുട്ബോൾ പ്ലെയർ ആണ്. ഒരു 1.5 വർഷം മുതൽ ആദ്യം തന്നെ ചെറുപ്പത്തിലെ എനിക്ക് ഫുട്ബോൾ ആവണം എന്നുള്ള ഒരു ആഗ്രഹമായിട്ട് ഫാമിലി നല്ല സപ്പോർട്ട് കൊടുത്ത ആളാണ്. പക്ഷെ ഈ 6 മാസത്തിനിടയ്ക്ക് കുട്ടിക്ക് ഫുട്ബോളിനോട് താല്പര്യമില്ല, പാഷൻ എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല. അതെന്തുകൊണ്ടാണ് ഇതിലേക്ക് പെട്ടെന്നൊരു കൺവേർട്ട് വന്നത്? എന്തുകൊണ്ടായിരിക്കും? ഫാമിലി പരമായിട്ട് നോക്കുമ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അത് പഠനവുമായിട്ടുള്ള ഒരു ചെറിയ ഡിസേബിലിറ്റിയും കാണുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ പാഷൻ, നിങ്ങൾ പറഞ്ഞതുപോലെ പാഷൻ കണ്ടിന്യൂസ് ആയി ഫാമിലി എല്ലാ സപ്പോർട്ട് കൊടുത്തിട്ടും ഈ കുട്ടിക്ക് അതിനോടുള്ള ഒരു മുന്നോട്ട് പോകാനുള്ള ഒരു എന്താ പറയാ ഒരു സ്റ്റോപ്പ് ആയി പോയത് എന്തുകൊണ്ടാണ്? മറ്റൊരു പാഷൻ എന്ന് പറയുമ്പോൾ കുട്ടിക്ക് ഒരു പാഷൻ ഇപ്പൊ ഇല്ല. എനിക്ക് ഇന്ന ആളാവണം, എനിക്ക് ഇന്നത് ജീവിക്കണം, ഇന്ന കൂടെ നടക്കണം, അങ്ങനത്തെ ഒന്നുമില്ല. കുട്ടി മൊത്തത്തിൽ സൈലന്റ് ആയി. അത് എന്തുകൊണ്ടായിരിക്കാം? അതിന് ആ കുട്ടിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാനസികമായിട്ട് ഇതിന്റെ ഒരു നെഗറ്റീവ്ലി ആ കുട്ടിക്ക് എവിടെന്നെങ്കിലും ഒരു സ്ട്രോക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം എനിക്ക് തോന്നുന്നത്. കാരണം ഒരിക്കലും അത് ഇത്രയും നല്ലൊരു ഇഷ്ടത്തോട് കൂടിയിട്ട് മുന്നോട്ട് വന്ന സ്ഥിതിക്ക് അത് ചെറിയ തോതിലെങ്കിലും ഗ്രാജുവലി ചിലപ്പോൾ അത് ഇല്ലാണ്ടാവുമായിരിക്കാം. അവരുടെ ഡെവലപ്മെന്റ് സ്റ്റേജിലുള്ള മാറ്റങ്ങൾ കൊണ്ട് ചിലപ്പോൾ സാധിക്കും. പക്ഷെ ഏതെങ്കിലും തരത്തിൽ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ അത് മൈൻഡിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം കുട്ടി എന്നെ സംബന്ധിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ കുട്ടി വളരെ ബോൾഡ് ആയിട്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്തെങ്കിലും കുട്ടിയെ ഒന്ന് വീട്ടുകാരെന്തോ എന്തെങ്കിലും ചെറിയൊരു കാര്യത്തിന് പോലും
ചീത്ത പറയാം, കുട്ടി ഭയങ്കര ഒരു വിറയല്, ടെൻസ്ഡ് ആവുക, പിന്നെ അതിനെപ്പറ്റി 2 ദിവസം ഇങ്ങനെ പറഞ്ഞ് എന്നെ അത് പറഞ്ഞില്ലേ, എന്നെ അത് പറഞ്ഞില്ലേ. അപ്പൊ ഞാനൊരു ബിഹൈൻഡ് ആയിട്ട് കുട്ടിയാന്ന് ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ കുട്ടിക്ക് മുമ്പ് ഒരു ട്രോമ, അങ്ങനത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ട്രോമ ഇൻസിഡന്റ് ഒന്നും സംഭവിച്ചിട്ടില്ല. ഒരു സുപ്രഭാതത്തിൽ കുട്ടിക്ക് അത് സംഭവിച്ചതാണ് ഇങ്ങനെ ഒരു മാറ്റം. അത് ആ പാരന്റിനെ അവർക്കൊരു അത്ഭുതപ്പെടുത്തുന്നുണ്ട്, ഭയങ്കര ടെൻഷനാണ്. എന്നോട് കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഷെയർ ചെയ്ത ഒരു സംഭവമാണിത്. പക്ഷെ എന്താണെന്നുള്ളത് അറിയില്ല. കുട്ടിക്ക് എവിടെയാണ്, ഇനി സ്കൂളിലൊക്കെ അന്വേഷിച്ചു, എനിക്ക് പോകുന്ന വഴികളിലല്ലേ, കുട്ടി കളിക്കുന്നവരുടെ ഇടയിൽ എന്തെങ്കിലും കുട്ടി കളിയാക്കലുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ചിലപ്പോ ഈ ശ്രദ്ധിച്ചു. പാഷൻ അതിലൊന്നും എവിടെ ചിലപ്പോ ഈ ചിലപ്പോ പാഷൻ ഒബ്സഷൻ കൊണ്ട് പറഞ്ഞോ. ഉണ്ടായതായിരിക്കാം. എവിടെയെങ്കിലും കണ്ടിട്ടോ ആരെങ്കിലും ചെയ്യുന്നത് കാണുമ്പോഴോ ഉണ്ടാവുന്ന ഒരു ഒബ്സഷൻ കൊണ്ടുള്ള പാഷൻ ആയിരിക്കാം. അതിലേക്ക് ഇറങ്ങുമ്പോൾ ആ കുട്ടിക്ക് അതിന്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഇപ്പോ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ, അതിൻ്റെതായ സ്ട്രഗിൾസ് ഉണ്ട് അതിന്. നമുക്ക് ഏതൊരു അതെ മേഖലയിലേക്ക് അത് സക്സസിലേക്ക് എത്തിപ്പെടാൻ അതിന്റെ സ്ട്രഗിൾസ് ഉണ്ട്. ആ സ്ട്രഗിളിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ആ കുട്ടിക്ക് അത് ബെയർ ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല. അവന്റെ ഒരു മെന്റലി ആൻഡ് ഫിസിക്കലി അവനക്ക് അത് ബെയർ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. അത് നമ്മൾക്കത് മനസ്സിലാക്കുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ഒരു കാഴ്ചപ്പാടിലൂടെ ഫസ്റ്റില് നമ്മൾ തോട്ട് പോവാ. എത്ര സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടും അവനക്കത് കിട്ടുന്നില്ല, അവനെന്താ അതിലേക്ക് വരാത്ത, കണ്ടിന്യൂ ചെയ്യാത്ത എന്നുള്ളതായിരിക്കാം പാരന്റ്സ് ചിന്തിക്കുന്നത്. അപ്പോ അവനക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇതൊരു ഒബ്സഷൻ ആയിട്ട് തോന്നിയിട്ട് പാഷൻ ഫോളോ ചെയ്യാൻ തോന്നിയതായിരിക്കാം. അതല്ലെങ്കിൽ പിന്നെ ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു ട്രോമ അവൻ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. ഇറ്റ് ഈസ് എ ട്രോമ, ഇറ്റ് ഈസ് എഫക്റ്റിംഗ് മീ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. എവിടെയോ അതായിരിക്കാം. ഒരു ഡെവലപ്മെന്റിൽ ആണെന്ന് എനിക്ക് മനസ്സിലാകുന്നത് സർ. ഓക്കെ, താങ്ക് യു. എനിവൺ ക്യാൻ? ഈ യെസ്. പാഷന് ഏത് സമയത്ത് സ്റ്റാർട്ട് ചെയ്യാം? പാഷൻ ക്രിയേഷൻ എപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? നമ്മൾ ഒരു കുഞ്ഞിന്റെ 3 വയസ്സ് മുതൽ നമുക്ക് അവന് ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. കാരണം ഒരു കുട്ടിയുടെ ചിന്തകൾ വളരുന്നത് അവന്റെ ബ്രെയിനിന്റെ നേർച്ചറിങ്, അവന്റെ ബ്രെയിനിന്റെ ഒരു വളർച്ച സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടുകൾ സ്വീകരിച്ച് അതിലേക്ക് വരുന്നത് ഒരു 3 വയസ്സ് കാലയളവ് മുതലാണ്. അതുപോലെ നമുക്ക് നല്ലൊരു പീരീഡ് ആണ് ആ ഒരു ടൈം എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഏത് രീതിക്കാണ് നമുക്ക് അറിയില്ലല്ലോ, ആദ്യം നമ്മളിത് കണ്ടുപിടിക്കണമല്ലോ, ഏതിലാണ് അവന്റെ ഇൻട്രസ്റ്റ് എന്നുള്ളത്, അവന്റെ പാഷൻ ഏതിലാണ് കിടക്കുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണ്ടേ. അത് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന സ്റ്റാർട്ടിങ് ടൈം എന്ന് പറയുന്നത് 3 years മുതലാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഗ്രേറ്റ്. എന്തായാലും സന്തോഷം ഷംസിന മാം. പാഷൻ ആൻഡ് പെർസീവറൻസ് എന്നുള്ള ഒരു ടോപ്പിക്കിനെ അധികരിച്ചുകൊണ്ടാണ് ഇവിടെ സംസാരിച്ചത്. ഇവിടെ 2 പേര് ചോദ്യങ്ങൾ ചോദിച്ചു. വേറെ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. മാം, മാം ആരെങ്കിലും ഇതില് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാഷൻ എന്ന് പറയുന്ന ഒരു സാധനം, ഈ പാഷനെ നമുക്ക് ചിലപ്പോ പ്രൊഫഷൻ ആക്കി മാറ്റാൻ പറ്റിക്കൊള്ളണമെന്നില്ല എല്ലായ്പ്പോഴും. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിസാം പറഞ്ഞ പോലെ തന്നെ ഒരു ഫുട്ബോൾ പ്ലെയർ ആകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് പണ്ടത്തെ പോലെ പെട്ടെന്ന് ഒരു ഫുട്ബോൾ പ്ലെയർ ആയി അതിൽ നിന്നൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല, അല്ലെ? ഒരു ഇപ്പോഴത്തെ കുട്ടികൾ, കുറെ കുട്ടികളോട് ഞാൻ ചോദിക്കുമ്പോൾ കുട്ടികൾ പറയുന്നത് ഫുട്ബോൾ പ്ലെയർ ആവണം എന്നുള്ളതാണ്. ഒരു കുട്ടി എന്നോട് പറഞ്ഞ് പിന്നെ പഠിക്കുന്നില്ല. അപ്പൊ കുട്ടി പറയുന്നത് വെച്ചാൽ റൊണാൾഡോ ചെറുപ്പത്തിലെ പഠിപ്പ് നിർത്തിയ ഒരാളാണ്. അതേപോലെ തന്നെ ഈ ബിൽ ഗേറ്റ്സ്, അദ്ദേഹം യൂണിവേഴ്സിറ്റി പിന്നെ പഠനം പാതി വഴി നിർത്തിയ ഒരാളാണ്. അങ്ങനെ തുടങ്ങിയിട്ട് കുറെ എക്സാമ്പിളുകളാണ് കുട്ടികൾ നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഉദാഹരണങ്ങൾ. അപ്പോ ഇതിൽ നമ്മൾ പല വിഷയങ്ങളും നമ്മൾ മുന്നിൽ കാണേണ്ടതുണ്ട്. ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുട്ബോൾ പ്ലെയർ ആയിട്ട് ഒരു ഹൈ ലെവലിലേക്ക് എത്തുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് പെട്ടെന്ന് പറ്റുന്ന ഒരു സംഭവമല്ല, ഒരു ലോങ് ജേണിയാണ്.
അതല്ലെങ്കിൽ അതിനൊരു പ്രൊഫഷൻ ആക്കി മാറ്റുക എന്നുള്ളത് എത്രത്തോളം സാധ്യമാകും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു കരിയർ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കണം. പ്രൊഫഷനിൽ പാഷനിൽ വർക്ക് ചെയ്യലാണ് ഏറ്റവും നല്ലത്. പക്ഷെ ഒപ്പം തന്നെ നമ്മൾ അതിനെ ഒരു പ്രൊഫഷനാക്കി മാറ്റുമ്പോൾ സംഭവിക്കാവുന്ന ചലഞ്ചുകളെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം പാഷനെ നമ്മൾ പ്രൊഫഷനാക്കി മാറ്റുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഒരു കുട്ടി നമ്മളോട് ഫുട്ബോളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ചിലപ്പോ അതിനെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോ ചലഞ്ചസ് വരാം. എന്ത് ചലഞ്ചസ്? നേരത്തെ ഇവിടെ നിസാം പറഞ്ഞ പോലെ തന്നെ, മാം പറഞ്ഞ പോലെ തന്നെ, അത് എത്രത്തോളം അതിനെ ഒരു പ്രൊഫഷനാക്കി മാറ്റാൻ പറ്റും എന്നുള്ളത് ഒരു ദീർഘകാലം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇപ്പൊ അടുത്ത് തന്നെ നമ്മളുടെ കേന്ദ്രത്തില് തന്നെ ഉള്ള ഒരു മിനിസ്ട്രിയിൽ പെട്ട ഒരാൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. IASനും IPSനും സിവിൽ സർവീസിന് ട്രൈ ചെയ്യുന്ന കുട്ടികളോട് പറഞ്ഞ ഒരു നിർദ്ദേശമാണ്, എല്ലാവരും സിവിൽ സർവീസിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യേണ്ടതില്ല. കാരണം അത് ലോങ് പ്രോസസ് ആണ്. നമ്മൾ അതിനു വേണ്ടി എടുക്കേണ്ട എഫേർട്ട് എന്ന് പറയുന്നത് ഒരു വലിയതാണ്. പക്ഷെ അതിന് കിട്ടുന്ന ആളുകളുടെ ഒരു വളരെ തുച്ഛം ആളുകൾക്ക് മാത്രമാണ് അതിൽ സീറ്റ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ എടുത്ത അത്രയും എഫേർട്ട്, ചിലപ്പോൾ ഒരു 5 years അല്ലെങ്കിൽ 4 years എടുത്ത എഫേർട്ട്, ആ എഫേർട്ടിന് ആനുപാതികമായിട്ടുള്ള ഒരു റിസൾട്ട് ചിലപ്പോൾ എല്ലാ കുട്ടികൾക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ ചെറുപ്പത്തിലെ ഒരു പാഷൻ സിവിൽ സർവീസ് ആകണമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ പോലും അത് പ്രാക്ടിക്കലി നമുക്ക് അതിലേക്ക് എത്രത്തോളം പ്രൊഫഷനാക്കി മാറ്റാൻ പറ്റുമെന്നുള്ള ഒരു ചിന്ത ശരിക്ക് ഉണ്ടാകേണ്ടത്. അതല്ലെങ്കിൽ നമുക്ക് അത്രയും സമയം നമുക്ക് നഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള സാധ്യതകൾ ഇന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അപ്പോ പാഷനെ നമ്മൾ കണ്ടെത്തണം. ആ പാഷനെ നമ്മൾ പ്രൊഫഷൻ ആക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ചാലഞ്ചസുകളെ കൃത്യമായിട്ട് അപഗ്രഥനം നടത്തിയിട്ട് വേണം നമ്മൾ എപ്പോഴും മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ നേരത്തെ നിസാം പറഞ്ഞ ഒരു പ്രശ്നം ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചതും ആകാം. പാഷനിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ചലഞ്ചസ് കൊണ്ട് പിന്നെ കുട്ടി പുറകോട്ട് പോയതും ആകാം. ഓക്കെ, സോ വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ ഇതുമായി റിലേറ്റ് ചെയ്തുകൊണ്ട്? വേറെ മറ്റു ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ മാം? യെസ് സർ. ഓക്കെ, അപ്പോ വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. അതേപോലെ തന്നെ ഇതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ഒരു സെഷൻ മാം പ്രിപ്പയർ ചെയ്യുക. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് അടുത്ത ഒരു സെഷൻ കൂടി നമുക്ക് എടുക്കാം. പാഷൻ, അതേപോലെ തന്നെ പെർസീവറൻസ്, അതിനോട് യോജിക്കുന്ന രൂപത്തിൽ തന്നെയുള്ള മറ്റൊരു ടോപ്പിക്കുമായിട്ട് പ്രിപ്പയർ ചെയ്ത് വന്ന് നമുക്ക് ട്രെയിനിങ് സ്റ്റോക്കിൽ തന്നെ മറ്റൊരു പിന്നെ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിച്ച വിഷയത്തെ കുറിച്ച് എല്ലാവരും കൂടുതലായിട്ട് പഠിക്കുകയും അത് അവിടെ നിന്ന് കിട്ടിയ, നമ്മൾ ഇവിടെ നിന്ന് നേടിയെടുത്ത അറിവുകളെ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കാൻ, വിശേഷിച്ച് നമ്മുടെ കുട്ടികളിലേക്ക്, അതേപോലെ തന്നെ നമ്മൾ ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് സ്കൂളുകളിലും മറ്റൊക്കെ പോകുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ നോളജിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. കുട്ടികളെ നേരായ വഴിയിലൂടെ നമ്മൾ കൊണ്ടുവരിക. ചില പാരൻസിന് കൃത്യമായിട്ടുള്ള ഇത്തരം വിഷയങ്ങളില്ലാത്ത പിന്നെ ഒരു ഗൈഡൻസ് ആവശ്യമാണെങ്കിൽ പാരൻസിന് അത്തരം ഗൈഡൻസുകൾ കൊടുക്കുക. സോ ആ രീതിയിൽ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റോട് കൂടി തന്നെ നമ്മൾ മുന്നോട്ട് പോവുക. സോ ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്ത ഷംസീന മാമിന് എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ഒരു ടോക്കിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും സന്തോഷങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു മാം ആൻഡ് താങ്ക് യു ഓൾ. താങ്ക് യു സർ.